നമസ്തേ. സഭ്യാശ്രുണുതഭദ്രം വ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ. ഇന്ന് പുരാണത്തിലെ ഒരു ഭാഗം നമുക്ക് ഒന്ന് പരിശോധിക്കാം. വ്യാസ വിരചിതമായിട്ടുള്ള മഹാഭാരതത്തിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ് ഭീഷ്മപിതാമഹനും ധർമ്മപുത്രരും. ഭീഷ്മപിതാമഹൻ ശന്തനു മഹാരാജാവിന് വേണ്ടി, പിതാവിന് വേണ്ടി എല്ലാം ത്യജിച്ചു, രാജ്യം ഉപേക്ഷിച്ചു. ദേവവ്രതൻ എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പേര്. യൗവനകാലത്ത് തന്നെ വിവാഹവും വേണ്ടാന്ന് വെച്ചു, അതും അച്ഛന് വേണ്ടി തന്നെ. അങ്ങനെ രണ്ട് മഹത്തായ ത്യാഗങ്ങൾ ചെയ്തു. അദ്ദേഹം കുരുക്ഷേത്ര ഭൂമിയിൽ ഇപ്പോൾ പരാജിതനായി ശരശയ്യയിൽ കിടക്കുകയാണ്. എന്നതുകൊണ്ട് അദ്ദേഹം വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. സ്വർഗത്തിൽ നിന്ന് ഒരു ദേവൻ ഇറങ്ങി വന്ന് പട്ടുമത്തയിൽ ശയിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, അതുപോലെയാണ് അദ്ദേഹം കിടക്കുന്നത്. അദ്ദേഹം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല, അതുകൊണ്ട് വേദനകളൊന്നുമില്ല. ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് മാത്രമാണ് സ്മരണ. അദ്ദേഹം സ്വച്ഛന്ദമൃത്യുവാണ്. സാധാരണ പറയാറുണ്ട് ഉത്തരായണം കാത്ത് കിടക്കുകയാണ് അദ്ദേഹം എന്ന്. എന്താ ഉത്തരായണം എന്ന് വെച്ചാൽ, മകരമാസം പിറന്നാൽ ഉത്തരായണമായി. എന്നാൽ ഉത്തരമായ അയനം, ലോകോത്തരമായ സ്ഥാനം, ശ്രേഷ്ഠമായ പ്രാപ്യസ്ഥാനം, അത് ഭഗവത് പാദങ്ങൾ തന്നെ. അത് കാത്തുകൊണ്ടാണ് അദ്ദേഹം കിടക്കുന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവിനെ ദർശിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കാനായിട്ട്. അങ്ങനെ ഉത്തരായണത്തിന് നമുക്ക് അർത്ഥം കൽപ്പിക്കരുതേ. ഏതായാലും അദ്ദേഹം പരമാനന്ദം അനുഭവിക്കുകയാണ് ശരശയ്യയിലാണെങ്കിലും. മറ്റൊരു പ്രധാന കഥാപാത്രമാണ് ധർമ്മപുത്രർ. അദ്ദേഹം പേര് പോലെ തന്നെ ധർമ്മിഷ്ഠനാണ്. ഭീമസേനൻ, അർജുനൻ തുടങ്ങിയ ശക്തരായിട്ടുള്ള സഹോദരന്മാരുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായം എപ്പോഴുമുണ്ട്. അതെല്ലാം കൊണ്ട് അദ്ദേഹം തനിക്ക് അർഹതപ്പെട്ടതായ രാജ്യം യുദ്ധം ചെയ്ത് നേടി. സർവ്വ ഐശ്വര്യങ്ങളും മാത്രമല്ല രാജസൂയം ചെയ്ത് ചക്രവർത്തിയുമായി. പക്ഷെ അദ്ദേഹത്തിന് വല്ലാത്ത വ്യസനമാണ്. എന്താ അതിൻ്റെ കാരണം? ഈ ഭാരതയുദ്ധത്തിൽ വധിക്കപ്പെട്ടതായ പുത്രന്മാരെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കൾ, ഭർത്താക്കന്മാരെ ഓർത്ത് കരയുന്നതായിട്ടുള്ള സ്ത്രീകൾ, അച്ഛനെ ഓർത്ത് വിലപിക്കുന്ന കുട്ടികൾ, ഇവരുടെയൊക്കെ ദീനരോദനം ഭീഷ്മരുടെ ചെവികളിലെത്തുകയാണ്. ധർമ്മപുത്രരുടെ ചെവികളിലെത്തുകയാണ്. അപ്പോൾ ധർമ്മപുത്രർക്ക് തോന്നി, തൻ്റെ അധികാരമോഹം കൊണ്ടല്ലേ, രാജ്യമോഹം കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്, ഇത്രയും പേര് വിലപിക്കാനിടയായത്. അതുകൊണ്ട് രാജ്യഭാരമൊന്നും വേണ്ട, എല്ലാം ഉപേക്ഷിക്കാം, സന്യാസം സ്വീകരിക്കാം. അതിന് ഉപദേശം തേടാനായിട്ട് പിതാമഹൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേർന്നു. അപ്പോഴിവിടെ മഹത്തായ ത്യാഗം സന്തോഷപൂർവം ചെയ്തതായ ഭീഷ്മർ പരമാനന്ദം അനുഭവിക്കുന്നു. അതേസമയത്ത് വളരെയധികം യത്നിച്ച എല്ലാം നേടിയതായ
ചക്രവർത്തിയായ ധർമ്മപുത്രർ വല്ലാതെ വ്യസനിക്കുന്നു. അപ്പോൾ ത്യാഗം കൊണ്ട് സന്തോഷമുണ്ടാവും, പരമാനന്ദം നേടാൻ സാധിക്കും, ഭാഗ്യമുണ്ടാവും എന്നല്ലേ ഇത് കാണിക്കുന്നത്. യത്നിച്ച് പലതും നമ്മൾ നേടിക്കഴിഞ്ഞാൽ, ഐശ്വര്യം നേടിക്കഴിഞ്ഞാൽ അത് നേടാനൊരു ക്ലേശം, പിന്നെ അത് നിലനിർത്താനാണെങ്കിൽ വിഷമം, നഷ്ടപ്പെട്ടാൽ ദുഃഖം. അപ്പോൾ ഈ ഐശ്വര്യ സമൃദ്ധിക്ക് വേണ്ടി നമ്മൾ യത്നിക്കുകയാണോ വേണ്ടത്? സന്തോഷപൂർവം ത്യാഗം ചെയ്യുകയാണോ വേണ്ടത്? ത്യാഗം കൊണ്ടേ അമൃതത്വം നേടാനാവൂ എന്ന് കൈവല്യോപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏത് മാർഗ്ഗമാണ് സ്വീകരിക്കേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഈ വിവരണം ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം.